ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സീനിയർ സഞ്ചാരി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ടൂറിസം കേന്ദ്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്നത് ഭക്തിസാന്ദ്രമായ ഒരു ക്ഷേത്ര കാഴ്ചയിലേക്കാണ്. ധർമ്മടത്തിന് സമീപമുള്ള അണ്ടല്ലൂർ കാവ്. സുഹൃത്തുക്കളെ, നിങ്ങളാരെങ്കിലും ഈ കാവിലെ ഉത്സവ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ തെയ്യങ്ങളുടെ അതിശയകരമായ കാഴ്ചകളാണ് നമ്മളെ ക്ഷേത്രത്തിന്റെ കളിയാട്ടവേളയിലേക്ക് ആകർഷിക്കുന്നത്. കണ്ണൂർ തലശ്ശേരി താലൂക്കിലെ ധർമ്മടം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് അണ്ടല്ലൂർ കാവ്. ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു ക്ഷേത്രമാണിത്. മേലേക്കാവ് എന്നും താഴേക്കാവ് എന്നും രണ്ടു ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. നിരവധി തെയ്യങ്ങൾ കെട്ടിയാടിക്കാറുള്ള ക്ഷേത്രങ്ങൾ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. ആ ഉത്സവ പറമ്പിലേക്ക് കേളികൊട്ടിന്റെ മാസ്മരിക ശബ്ദകോലാഹങ്ങൾക്കിടയിലേക്ക് തന്റെ ക്യാമറയുമായി കടന്നു ചെന്നു. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, സീത എന്നീ ദേവചൈതന്യങ്ങൾ ബിംബരൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം. രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലും യുദ്ധകാന്ഡത്തിലും പ്രതിപാദിക്കുന്ന വസ്തുതകൾ തെയ്യങ്ങളിലൂടെ കെട്ടിയാടുന്ന മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അറബിക്കടലും പുഴകളും കൈകോർത്തു നിൽക്കുന്ന ധർമ്മടം ഗ്രാമത്തിന്റെ കാർഷിക കേന്ദ്രമായ അണ്ടല്ലൂരിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇരിഞ്ഞി, ആല്, കൂവളം, ചന്ദനം, കാഞ്ഞിരം എന്നീ മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശം. 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടത്തെ തിറ മഹോത്സവം. മലയാള മാസം കുംഭം 1-ാം തീയതി ആരംഭിച്ച് കാവിൽ കയറൽ, ചക്കകൊത്തൽ, കുടവരവ്, തെയ്യം വരവ് എന്നിങ്ങനെ വിവിധ ആഘോഷങ്ങൾ നടക്കും. 4-ാം തീയതി സന്ധ്യയ്ക്ക് ദൈവത്താർ തെയ്യം എഴുന്നള്ളി പൊന്മുടി ചാർത്തുന്നു. ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദൈവത്താർ തെയ്യം, അങ്കക്കാരൻ, ബപ്പൂരാൻ തെയ്യങ്ങൾ സഹിതം കാവിനെ വലം വയ്ക്കുന്നു. വ്രതമെടുത്ത പുരുഷന്മാരും ആൺകുട്ടികളും കൂടെ വലം വയ്ക്കുന്നു. വ്രതമെടുക്കുന്നതിന് കുളത്താറ്റുക എന്നും വലം വയ്ക്കുന്നതിന് മെയ്യാലം കൂടുക എന്നുമാണ് പ്രാദേശിക ഭാഷയിൽ പറയപ്പെടുന്നത്. കുളത്താറ്റിയവർ വാനരപ്പട ആണെന്നാണ് സങ്കല്പം. 3 പ്രദക്ഷിണം വെച്ച് ദൈവത്താറും അങ്കക്കാരനും ബപ്പൂരാനും കൊട്ടിലിൽ എഴുന്നള്ളി മണിക്കിണറിൽ മുഖദർശനം നടത്തുന്നു. പിന്നീട് സീതയെ വീണ്ടെടുക്കുന്നതിന് ലങ്കയായ താഴേക്കാവിലേക്ക് പോകുന്നു. പുലർച്ചെ സീതയും മക്കളും അതിരാളൻ തെയ്യത്തിന്റെയും മക്കളുടെയും വേഷത്തിൽ പുറപ്പെടുന്നു. പുറകെ തൂവക്കാരി, മലക്കാരി, വേട്ടക്കുരുമകൻ, പൊന്മകൻ, പുതുച്ചേകവൻ, നാഗകണ്ഠൻ, നാഗഭഗവതി, ചെറിയ ബപ്പൂരാൻ എന്നീ തെയ്യങ്ങളും കൂടെ പുറപ്പെടുന്നു. ഭാര്യയും സുഗ്രീവനും സങ്കല്പിച്ചുള്ള തെയ്യങ്ങളായ ഇളങ്കരുവനും പൂതാടിയും ഉച്ചയ്ക്ക് മുമ്പായി യുദ്ധസമാനമായ തെയ്യാട്ടം നടത്തുന്നു. ബപ്പുരാൻ തെയ്യം മധ്യസ്ഥത വഹിക്കുന്നതോടെ യുദ്ധം തീരുന്നു. സീനിയർ സഞ്ചാരി തെയ്യക്കാഴ്ചകളിലൂടെ ഊളിയിട്ട് നടന്ന് വിസ്മയഭരിതമായ കാഴ്ചകൾക്ക് സാക്ഷിയായി ഒരു വിധത്തിൽ പുറത്തേക്ക് നടന്നു.
സൂചികുത്താൻ ഇടമില്ലാതെ ജനസഞ്ചയം നടന്നുകൊണ്ടിരിക്കുന്ന കാർ കിടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടക്കുകയാണ്. ദാഹിച്ചു വരഞ്ഞ ഭക്തർക്ക് ചുക്കുകാപ്പി കൊടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ചുക്കുകാപ്പി വാങ്ങി തിരക്കിനിടയിലൂടെ കാറിനടുത്തേക്ക് എത്തിച്ചേർന്നു. നമുക്ക് യാത്ര തുടരാം. ഇനിയും ഒട്ടേറെ കാഴ്ചകൾ കണ്ണൂർ ജില്ലയിൽ കാണേണ്ടതുണ്ട്. അടുത്ത എപ്പിസോഡുകളിലൂടെ ആ കാഴ്ചകൾക്ക് നമുക്ക് സാക്ഷ്യം വഹിക്കാം. ഗുഡ് ബൈ ഡിയർ ഫ്രണ്ട്സ്. നന്ദി, നമസ്കാരം.